ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ബർത്ത്ഡേ കാർഡ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. സോ ഞാനെങ്ങനെ കാർഡ് എഡിറ്റ് ചെയ്യണത്, പ്രിൻ്റ് എടുക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഒരു കുഞ്ഞു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ ഇത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണത് സ്പൈഡർമാൻ തീമുള്ള ഒരു കാർഡാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിൻട്രസ്റ്റ് പോയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റിക്കേഴ്സോ ബാക്ക്ഗ്രൗണ്ട്സോ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിൻട്രസ്റ്റിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ നോക്കിയിട്ട് അപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയില്ല ഒരു ക്ലാരിറ്റി വൈസും. അപ്പോൾ ഞാനത് ക്ലോസ് ചെയ്തിട്ട് പിന്നെ ക്യാൻവ ഓപ്പൺ ചെയ്യാൻ കേട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മൾ ക്യാൻവ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സ്പൈഡർമാൻ കാർഡ് എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് താഴെ കുറേ കാർഡ്സിൻ്റെ ടെംപ്ലേറ്റ്സ് കിട്ടും കേട്ടോ. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതെനിക്ക് തിരക്കേടില്ലാന്ന് തോന്നി, അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്തു കേട്ടോ. പിന്നെ ഇതിൽ നിന്ന് എനിക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ട അറേഞ്ച്മെൻറ്റ്സിൽ നമുക്ക് ഈ കാർഡിനെ സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇമേജ് അപ്ലോഡ് എന്ന ഓപ്ഷനിൽ നമ്മൾ ഇതിലേക്ക് ഓപ്പൺ ആക്കുകയാണ് കേട്ടോ. ഇനി നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് വേണ്ട സ്ഥലത്ത് അതിനെ കൊണ്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ബർത്ത്ഡേ ബോയിൻ്റെ ഫോട്ടോ ആഡ് ആക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് ബാറിൽ പോയിട്ട് ഫ്രെയിം എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ താഴെ കുറേ ഫ്രെയിംസ് നമുക്ക് കിട്ടും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. ഇനി നമുക്കതിൽ ഫോട്ടോ ആഡ് ആക്കാൻ നമ്മൾ അപ്ലോഡ് പോയിട്ട് ഫോട്ടോ സെലക്ട് ചെയ്താൽ മതിയാവും. പിന്നെ നമ്മൾ ഫോട്ടോ ക്രോപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സാധനം എടുത്തിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിടണം. അപ്പോൾ അപ്പുറത്ത് കൊണ്ടുപോയിടുമ്പം അത് ബാക്കിലായിട്ടാണ് വരിക. അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊസിഷനിൽ പോയിട്ട് ഫോർവേഡ് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് ഫ്രണ്ടിലോട്ടാവും. ഇനി നമ്മൾ ടെക്സ്റ്റ് ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് വേണ്ട മാറ്ററും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ കളറ് മാറ്റാം, ഫോൺ സ്റ്റൈൽ മാറ്റാം, അതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കാർഡ് ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ കേട്ടോ. ഞാൻ സേവ് ചെയ്യാറുള്ളത് JPG ഫയലായിട്ടാണ്. ഹൈ ക്വാളിറ്റിയിൽ തന്നെ നമ്മളെ ഗാലറിയിൽ ഇതിൻ്റെ ഫോട്ടോ നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്കിത് A3 സെറ്റാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ A3 ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒരു ഫയൽ ഓപ്പൺ ചെയ്യാണ്. അതിൽ നമ്മൾ 9 കാർഡ് വരുന്ന രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്യണത്. ചിലർക്ക് ചെറിയ കാർഡ് മതിയാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. പിന്നെ എല്ലാ കാർഡും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെറ്റാക്കി ഫൈനലൈസ് ചെയ്തിട്ട് നമ്മളിത് ഡൗൺലോഡ് ചെയ്യാൻ കേട്ടോ വേണ്ടത്. PDF പ്രിൻ്റായിട്ട് നമ്മൾ സേവ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മളെ പ്രിൻ്റൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് നമ്മുടെ കാർഡ്സൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മൊത്തം 5 ഷീറ്റാണ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. 300 GSM ലേസർ പ്രിൻറ്റിംഗ് ആണ് കേട്ടോ ചെയ്യാറുള്ളത്. ഇനി നമുക്ക് ഈ കാർഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്യാനോ കേട്ടോ. നമ്മളെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പെൻസിൽസ് ആൻഡ് ഇറേസേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു കാർഡാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ അവരുടെ സ്കൂളിൽ ചോക്ലേറ്റ്സ് അലൗഡ് അല്ലാത്തതുകൊണ്ട് ഈ 2 ഐറ്റംസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ടീച്ചേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പെന്നും സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കാർഡ് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഏകദേശം ഒരു ധാരണ വേണം കേട്ടോ. നമ്മുടെ ഐറ്റംസ് ഒക്കെ എവിടെ അറേഞ്ച് ചെയ്യണം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കാർഡ് ഡിസൈൻ ചെയ്യാൻ. ചിലർക്ക് പെൻസിൽസ് ആൻഡ് ഇറേസേഴ്സ് മാത്രം മതിയാകും, ചിലർക്ക് ചോക്ലേറ്റ്സ് ആഡ് ചെയ്യേണ്ടി വരും, ചിലർക്ക് ക്രയോൺസ് ആയിരിക്കും. അങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളത് കാർഡ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. പെൻസിൽ നമ്മൾ ഇതുപോലെ 2 ലൈൻസ് ഇട്ടിട്ട് അതിലൂടെ പെൻസിൽ ഇറക്കി വെക്കാണ് കേട്ടോ ചെയ്യണത്.
ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊന്നും കൂടെ ബഡ്ജറ്റ് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് കഷ്ടപ്പെടണമെന്ന് മാത്രം. പിന്നെ ഇറേസർ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ടാക്കി ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഇനി പെട്ടെന്ന് തന്നെ ബാക്കി കാർഡ്സും നമുക്ക് സെറ്റ് ചെയ്തിട്ട് വരാം. സോ വെരി സിമ്പിൾ. നമുക്ക് ബർത്ത്ഡേ കാർഡൊക്കെ ഇത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ ഞാൻ മാക്സിമം എഡിറ്റിങ്ങിൻ്റെ ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫോർ ദ ബിഗിനേഴ്സിനാണ് ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആവും. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ടാക്കിക്കോളി, ആൻഡ് കൂടെ കൂടിക്കോളി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്റ്റാ ID, ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.